വന്നിട്ടുണ്ട്. എന്താണ് ഋതുക്കുട്ടി വീഡിയോ? മേക്കപ്പ് വീഡിയോ. അതെ, ഒരുക്കുന്ന വീഡിയോ. ആരാണ് ഒരുക്കുന്നത്? ഋതുക്കുട്ടി ആരെ ഒരുക്കും? അമ്മയെ ഒരുക്കും അല്ലേ? അപ്പൊ ഋതുക്കുട്ടിയുടെ മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. എല്ലാരും ലൈവിലും എല്ലാരും ഋതുക്കുട്ടി ഭയങ്കര ഭംഗിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നത് കാണാം ഒറ്റയ്ക്ക്. അപ്പൊ നമുക്കിന്ന് നോക്കാം ഇവള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ. അപ്പോ എന്റെ മുഖത്താണ് കേട്ടോ കലാവിരുന്നുകൾ നടത്താൻ പോകുന്നത്. നിനക്ക് വല്ല അറിയാവോ? അറിയാന്നൊക്കെയാണ് ഇവള് വാദിക്കുന്നത്. ദൈവമേ, എന്റെ ഫേസ് എന്താവുന്ന എനിക്ക് അറിഞ്ഞൂടാ. മിക്കവാറും ഞാൻ മറ്റേ കടുവ കളിക്കോ പുലിക്കളിക്കോ പോകുമ്പോഴാണ് ആവും ഗൈസ്. അപ്പോൾ ഋതുവിനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഋതുവിൻ്റെ മേക്കപ്പ് സെറ്റാണ്. അപ്പോൾ ഋതു അത് വെച്ച് ഒരുക്കി തരാമെന്ന് പറയാം. ഋതുവിൻ്റെ മേക്കപ്പ് സെറ്റ് നോക്കൂ ഗൈസ്. എല്ലാം ഇതൊക്കെ അവള് തീർത്ത്, ഇതിലൊന്നും ഇല്ല, അവള് തോണ്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ അവളുടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അവള് ഒരുക്കി തരാന്ന്. അപ്പൊ ഇതെന്താ അവളുടെ കയ്യിലുള്ള സാധനങ്ങളാണ്. ഋതുവിന്റെ മേക്കപ്പ് സെറ്റ് ഉണ്ട്. ഋതുവിന്റെ മേക്കപ്പ് സെറ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓ, എന്റെതല്ല നിന്റേത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. കാണാൻ പറ്റുമോ ഇതില്? ഇത് ഐബ്രോ. അതെന്താ ഐബ്രോ സെറ്റ് ചെയ്യണം അല്ലേ? ലിപ്സ്റ്റിക്ക് പറഞ്ഞൂടെ എന്തൊക്കെയാണെന്ന്. ലിപ്സ്റ്റിക്ക്, പൊട്ട്, പിന്നെ എന്തുവാ ഐ ഷാഡോ സെറ്റ്. ഇവിടെ എത്ര ഐ ഷാഡോ യൂസ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എല്ലാം കൂടെ വാരി എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ എടുത്തതാ. ഇതെന്താ? ഇത് കാണിച്ചൂട്. ഇത് കരിയും ലിപ് ലൈനറാണ് കേട്ടോ. അതെന്താ? ഇത് ഫൗണ്ടേഷൻ. ദൈവമേ, എന്താവും എന്ത്. ഇനി പൗഡർ ആട്ടോ. പൗഡർ ഇത് കാണിച്ചു കൊടുക്കും. എന്നെ ഒന്നും കാണിച്ചു കൊടുക്കും. അവളാണ് ഇന്നത്തെ താരം. പൗഡർ അപ്പം എല്ലാം ഉണ്ട് ഗൈസ്. അതെന്തോ സിന്ദൂര. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് തോറ്റു ഗൈസ്. അതെന്താ? വള, ഐലൈനർ. 1 2 3 4 3 എവിടെ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മേക്കപ്പ്. ഫസ്റ്റ് ഋതു ഏതിടും? ഋതുവിനെ കാണാൻ പറ്റുന്നില്ല. ഇങ്ങ് വാ, നിക്കേ. അമ്മ ഈ ഫ്രണ്ടി വെക്കട്ടെ മേക്കപ്പ് സാധനങ്ങൾ. ഞാൻ ഒന്ന് വരാം, നീ അപ്പൊ പറ. അമ്മ ആയി പോവലും ഇപ്പൊ ഞാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ആരും പോവലും അല്ല ഇഷ്യൂ ആണ്. ഗൈസ്, അപ്പോ ഞാൻ കുഞ്ഞ് ചെയർ എടുത്തിട്ട് വന്നു കേട്ടോ. കാരണം ഇവൾക്ക് എന്നെ ഒരുക്കാൻ ഭയങ്കര പാടാണ്. ഞാനും കൂടെ ഇവളെ തരത്തിൽ നിന്ന് കൊടുത്താലേ ഇവള് എളുപ്പമായിട്ട് ഒരുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഗൈസ്, ഇവളെന്നെ ഒരുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആവുമെന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇത് ഏതാ ഇടുന്നത്? അതാണോ? ഓക്കെ. എന്റെ പേരെന്തോന്ന്? ഫൗണ്ടേഷൻ ആണ് ഗൈസ് ഇടുന്നത്. കുഴപ്പമില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ്. എന്താവോ എന്തോ. ഓ, നിന്നെ നോക്കാനോ? എന്റെ ക്യാമറ കൂടെ നോക്കട്ടെ. ഓക്കെ. എങ്ങനെ ഇരിക്കാം ഗൈസ്? എന്നാലേ കാണാൻ പറ്റും. അപ്പൊ നീ ഇവിടെ കിട്ടോ? പിന്നെ ഇവിടെ ആരിടുമെന്ന്? മേക്കപ്പ് ആർട്ടിസ്റ്റ് പോരാന്ന് തോന്നുന്നു. പുള്ളി പോവോ? നിറയിട്ട പൊള്ളി പോകും ഗൈസ്. അതാണ് നമ്മൾ കുറച്ചിടണം കേട്ടോ.
ദൈവങ്ങളെ നീ ഇട്ടോ ഇനി എന്താ പൗഡറാണോ? ആ പൗഡറെങ്കിൽ പൗഡർ ഇട്. കട്ടനൊക്കെ അറിയാമോ? വെച്ചോ. പൗഡർ എടുത്ത് ഗൈസ്. കണ്ണടച്ചില്ലെങ്കിൽ എന്തെടുത്തു? കണ്ണിലാവോ? ഉറക്കെ പറഞ്ഞാലേ അവർക്ക് കേക്കാവുള്ളൂ കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് പയ്യെ തുടച്ചോ? നല്ല പോലെ തുടക്കണേ. ഇത് അലമ്പ് കാണിക്കാൻ. മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അതുകൊണ്ട് ഇവിടേക്ക് എന്തൊരു ഇവിടേക്ക് തുടച്ചാ നീ? ആ ഓക്കെ. അടുത്ത് എന്ത് ചെയ്യണം? അതാണോ ലിപ് ലൈനർ? ലിപ് വരയ്ക്കണ്ടേ ഇത്? അതാ നീ കരിയാണോ ആദ്യം വരയ്ക്കണ? ആദ്യം ചുണ്ടാണോ വരയ്ക്കണ നീ? ഡ്രോയിങ് ആട്ടോ. അതങ്ങനെ തന്നെ. കൊളാകല്ലേ? നിന്നെ പോലെ തന്നെ നീ ഉണ്ടാവണം. അടുത്തെന്താണ് ഇടുന്ന പറഞ്ഞോട്. ഇതെന്ന് വെച്ചാ പേരില്ലേ? ലിപ്സ്റ്റിക് ഗൈസ്. പല്ലാക്കി തോന്നുന്നു. അങ്ങനെ ആക്കണ്ട. ഇട്ടില്ലേ? അപ്പൊ എന്തിനാ ഇത്ര നേരം ആക്കിക്കൊണ്ടിരുന്നത്? ഓവറായിട്ടിട്ടൂടെ? മനഃപൂർവ്വം അലമ്പാക്കാൻ വേണ്ടിട്ടല്ലേ? നീ ഇട്ടല്ലോ. മതിയേ? എന്റെ മുഖം ഓക്കെ ഗൈസ്. അടുത്തേത്? നമുക്ക് മാറ്റിവെക്കാം. ഐഷാഡോ ആണോ? ലിബാം ആയിരുന്നു ആദ്യം ഇടണ്ട. ലിബാം ഇല്ല. ഐഷാഡോ ഏത് കളർ? ഓക്കെ ഗൈസ്, ഇത് എടുത്ത് കാണിച്ചു ഗൈസ്. ഈ കളറാണ് കേട്ടോ ഇത് ഇടാൻ പോണ ഐഷാഡോ.
നാണം കെടുത്തല്ലടി ലൈവില്. അമ്മ ലൈവിലല്ലോ വീഡിയോ. അമ്മ എന്ന് വിളിക്കണം. മനുഷ്യന് നാണം കെടുത്തല്ലോ അവള്. അല്ല ഇത് തുറന്നാലും കുഴപ്പമില്ല. ഇത് ഐഷാഡോ അല്ലോ. ഐഷാഡോ അല്ലേ? ആ ഇപ്പുറത്ത് ഇല്ല, അതാവൂല, കരിയല്ലല്ലോ. കണ്ണടച്ചു. ഇല്ല ഇല്ല തോക്കില്ല. ഇല്ല തന്നെ കഥകളിക്ക് ഒഴുകാണ്. ദൈവമേ, ഇതെന്തുടി? മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഐഷാഡോ. ഓക്കെ, അടുത്തെന്ത് ചെയ്യണം? കരി വരയ്ക്കണ്ടേ? കരി തുറ ആദ്യം. കരിയാണ് ഗൈസ്. അടുത്ത് എന്റെ കണ്ണിട്ട് കുത്തി താഴല്ലേ. ഓക്കെ ഗൈസ്, മേക്കപ്പ് ആർട്ടിസ്റ്റിന് കുറച്ചൊക്കെ പണിയൊക്കെ അറിയാൻ തോന്നല്ലേ. ഇനി ഐലൈനർ വരയ്ക്കണ്ടേ? എല്ലാം ഇവിടെ വരയ്ക്കണ്ടേ? പൊട്ട് ഇവിടെ ഉണ്ടല്ലോ. അല്ല ഇവിടെ അല്ലേ വരയ്ക്കണ്ടേ? ഇല്ല ഗൈസ്, ഇവിടെ എന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒരുക്കി വെക്കുന്നു ഗൈസ്. പൊട്ടിടാൻ പറഞ്ഞപ്പോ അവൾക്ക് ആ പൊട്ടിടാൻ പോയി. ആ ഓക്കെ. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. പക്ഷെ ഐലൈനർ വരച്ചു തരണം മാക്ക്, എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ. അത് വരയ്ക്കാൻ അറിഞ്ഞൂടാ ആശാന്തിക്ക്. കണ്ട അത് പറഞ്ഞാൽ പറ്റൂല. മേക്കപ്പ് ആണെങ്കിൽ എല്ലാം ഇടണം. അതിനാണ് ഞാൻ ഫൗണ്ടേഷൻ വരെ തന്നെ. മതി, നീ കൂടുതൽ വരയ്ക്കാം. മതി. ഗൈസ്, ഐലൈനർ വരയ്ക്കാറുള്ളത് മാത്രം. ഇനി അപ്പുറത്ത് വരാം. ഗൈസ്, ഇതാണ് ഇത് വരച്ചത്. നിനക്ക് അറിയാലോ, കള്ളി പെണ്ണ് എന്നിട്ട് പറഞ്ഞ അറിഞ്ഞൂടുന്നു. അപ്പൊ ഇപ്പുറത്ത് ആര് വരച്ചു തരും? കൊള്ളാം കൊള്ളാം, സൂപ്പർ. ഗൈസ് കണ്ട, 4 വയസ്സായ കുട്ടി ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരച്ചു. എനിക്ക് പോലും ചെറുതിലെ അറിഞ്ഞൂടായിരുന്നു, തെറ്റിപ്പോയെന്ന്. അയ്യോ മതി, ഇനി നീ കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കാതെ. മതി, അത്ര നീട്ടുണ്ടോ? തോണ്ടോ ഇപ്പോഴാണോ അലമ്പായത്? ഇനി ഇപ്പുറത്ത് ആര് വരച്ചു തരും?
ഇവള് തോണ്ട് ഗൈസ് നേരത്തെ നല്ല ഭംഗിയുണ്ടായി, ഇപ്പൊ രണ്ടാം വരയിട്ട്. ഗൈസ് ഞാൻ ഇതുവരെ വീഡിയോ കട്ട് ചെയ്തില്ല കേട്ടോ. ഇവിടെ എന്തൊക്കെയാ എന്നെ എനിക്ക് ചെയ്യുന്നുണ്ട്. പോയോ? ആ അങ്ങനെയൊക്കെ മതി. മതിയടി. നമ്മള് കൂട്ടാണ് തുടങ്ങണം ഗൈസ്. നമ്മളൊക്കെ തുണിയിട്ടാണ് തുടങ്ങുന്നത്. മതിയടി, മതി. നല്ലൊരു മുഖത്ത് നേരത്തെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇവിടെ അലമ്പാക്കിയത് അമ്മനെപ്പോഴും. കണ്ണടക്കല്ലേ? ഞാനല്ല, നീയല്ലേ. ഇനി എന്തോന്ന് ഒട്ട് വേണ്ടല്ല, എല്ലാം ആയി, തീർന്ന്. ആ ഐബ്രോ ബ്ലാക്ക് ആണെങ്കിൽ ഇതിനെ എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് ഇടേണ്ട. റൗണ്ട് വേണമെങ്കിൽ ഇങ്ങനെ. ഏത് വേണം? ഇത് വേണോ ഇത് വേണോ? മതി, തുപ്പലെടുത്താൽ മതി. തീർന്നല്ലോ. അത് തന്നെ, ഒന്നേ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ മക്കള, അത് മതി. ഇനി ഒന്നുമില്ല. ഇനി എന്തോന്ന്? അയ്യ, അതിങ്ങനെ കോതി വെച്ചു കൊടുക്കണ്ട. ആ ഇങ്ങനെ കോതേണ്ടത്, ഇങ്ങനെ മുടി കോതിയുണ്ട്. ഇത് ചുമ്മതാണ്ട് ഇങ്ങനെ കോതി വെക്കേണ്ടത്. ഇനി സിന്ദൂര. ഞാൻ തുറന്നേരാം, നീ തുറക്കണ്ട. നീ തുറന്നാ അവളെ പോലെ ഒരുക്കി തന്നു. പിന്നെ മതി മതി മതി. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് ഇനി നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം ഗായ്സ്. ഓക്കെ, വളയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞാട്. അപ്പം എങ്ങനെയുണ്ട് ഗായ്സ് ഋതു കുട്ടി എൻ്റെ മേക്കപ്പ് ചെയ്തത്? ഏതായാലും ഒരു ആർട്ടിസ്റ്റ് ആവാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നു. സൂപ്പർ. പക്ഷെ ഇവിടെ ഒരു ബ്ലാക്ക് പോലെ വന്നത് ഇവിടെ നേരത്തെ നല്ല പോലെ വരച്ചാണ്, രണ്ടാമത് എടുത്തിട്ട് കൊളാക്കിയാണ്. കൊള്ളാം. പക്ഷെ 4 വയസ്സായ കൊച്ചി ഇത്രയും മേക്കപ്പ് ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല. എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഇവിടെ കൊളാക്കുമെന്ന് വിചാരിച്ചാൽ
ഗൈസ് ലിപ്സ്റ്റിക്ക് വരെ കുഴപ്പമില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ് കാണുന്നുണ്ട്, സിന്ദൂരം എല്ലാം സൂപ്പറായിട്ടിട്ടെന്ന് ഗൈസ്. ഋതു ഒരു പുലി തന്നെ അല്ലേ? ഇതിന് പുലി പുലിയാണ് ഗൈസ്, പുലി. അപ്പൊ ലൈവിൽ എല്ലാരും പറയുന്ന കറക്റ്റ് അല്ലേ? ഇവളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയല്ലേ? നമുക്കിനി സമ്മതിച്ചൊക്കെ കൊടുക്കാം കുറച്ചൊക്കെ. ഓക്കെ, ഇഷ്ടമായെന്ന് ചോദിച്ചു എല്ലാവർക്കും? എല്ലാവർക്കും ഇഷ്ടമായ ഋതുകുട്ടിയുടെ മേക്കപ്പ്? ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണത്തിനോ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എൻ്റെ ഋതുകുട്ടീനെ വിളിക്കാവുന്നതാണ് കേട്ടോ. ഋതുകുട്ടി ഒരുക്കി തരും അല്ലേ ഋതുകുട്ടി? അല്ലേ? അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ